ഇന്നത്തോടെ അവന്റെ ശല്യം അവസാനിപ്പിക്കാനാ പോയത്. പക്ഷേ എല്ലാം തല കീഴായി മറിഞ്ഞു. ഇത്രയും പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിട്ടും രക്ഷപ്പെട്ടവൻ ഇനി ഇവിടേക്ക് വരാനൊന്നും വലിയ പ്രയാസമില്ലമ്മേ. ഇവിടെ എല്ലാരും ശ്രദ്ധ ഉണ്ടാവുന്നേ ഓന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ ഓ മിക്കവാറും നോട്ടെടുത്തത് ദിലീപേട്ടനായിരിക്കും. മോളുടെ കല്യാണം നന്നായിട്ട് നടക്കാൻ വേണ്ടിയാ ഞാൻ ഈ സാഹസം കാണിക്കാൻ പോയത്. അമ്മ എന്നോട് ചോദിച്ചിട്ട് പോകണ്ടായിരുന്നോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ അമ്മക്കെതിരെ പോലീസ് കേസ് ആവില്ലേ? ആ ഓട്ടോക്കാരന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അയാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പോലീസ് പറയുന്നത്. അയാളെ അവൻ കൊന്നു തള്ളിയൊന്ന് പറയാൻ പോലും പറ്റില്ല. ശരിയാ മോനെ. എന്നിട്ട് ഓട്ടോ എടുത്തോണ്ട് അവൻ പോയി കാണും. എന്നാലും തലപൊട്ടി കിടന്നവൻ ഇത്രയും ചെയ്യുമെന്ന് ആരും കരുതിയതല്ല. നമ്മൾ പോയപ്പോ അവൻ അവശത കാണിച്ചതൊക്കെ അവന്റെ അഭിനയമായിരുന്നു. ആ സമയത്തൊക്കെ അവൻ രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കും ആലോചിച്ചത്. അച്ഛനാണെങ്കിൽ ഓവർ ടെൻഷനില്ല. അമ്മയും വിളിച്ചോണ്ട് അമ്പലത്തിലേക്കൊക്കെ പോണെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അവനും ഞാനുമായിട്ട് നേരിട്ട് മുട്ടിയപ്പോ അവനെ ഞാൻ അടിച്ച് അവശനാക്കിയത്. ആയുധമായി അവൻ നേരിട്ട് വന്നാ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ. അവൻ ആരെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അവൻ ഇനി മരിച്ചാലും മറ്റുള്ളവരെ കരയിക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. അന്ന് ബ്രേക്ക് പോയതുപോലെ ഇനി ഓൻ എന്തെങ്കിലും ഒപ്പിച്ചേക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്റെ ബലമായ സംശയം അവൻ ആ സ്റ്റെഫിയുടെ കൂടെ തന്നെ കാണുമെന്നാ. സ്റ്റെഫിയും അവനും തമ്മിൽ അടുപ്പമുണ്ടെന്ന കാര്യം ഉറപ്പാ. പുറത്താരും അവനെ സഹായിക്കാനുണ്ട്. ആ ബലത്തിലാണ് അവൻ ഹോസ്പിറ്റലിൽ ഇത്രയും സീൻ ഉണ്ടാക്കിയിട്ട് പോയത്. കാവൽ നിന്ന പോലീസിനെയാ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത്. ആരെങ്കിലും അകത്തോട്ട് പോകുമ്പോ അയാളും കൂടെ പോണ്ടേ? അവരെ കുറ്റം പറയേണ്ട കാർത്തികെ. അവനെ അത്രയും അവശത നടിച്ച അവിടെ കിടന്നിരുന്നത്. അങ്ങനെ ഒരുത്തൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും കരുതുവോ? ഇനി ഞാൻ ഇവിടെ പോയതാ മോനെ, എന്റെ ആൾക്കാരെയും കൂട്ടി അവന്റെ ശല്യം തീർക്കാൻ. രാവിലെ എണീച്ചപ്പോ മുതല് അമ്പലത്തിലൊന്ന് പോയി തൊഴണമെന്ന് വല്ലാത്തൊരു ചിന്ത. മക്കളുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ മനസ്സ് വിഷമിപ്പിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അറിയാലോ, അത് കാർത്തിക മോക്ക് കല്യാണത്തോടൊന്നും താല്പര്യമില്ലായിരുന്നു. പ്രകാശേട്ടൻ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതില് എല്ലാവരുടെയും സമ്മർദ്ദം ഉണ്ടായിരുന്നു. മോക്ക് ആളെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നല്ല പയ്യനാ, വളരെ നല്ല പയ്യൻ. മോൾക്കുള്ള ഭീഷണിയും മോൾക്കുള്ള അസുഖവും ഒക്കെ പറഞ്ഞു. എന്നിട്ടും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും നല്ല മനസ്സുള്ളവർക്ക് നല്ല പയ്യന്മാരെ കിട്ടും. കല്യാണി മോളുടെ കാര്യം തന്നെ നോക്ക്. ഇവിടെ കാർത്തിക മോക്ക് കല്യാണം നടത്താനായിട്ട് ചുറ്റിലും ആൾക്കാരുണ്ട്. കാർത്തിക മോക്കാണെങ്കിൽ ഒരുപാട് പേര് കൂട്ടിനുണ്ട്. അവക്കൊരു അഡ്രസ് ഉണ്ട്. കല്യാണി മോളുടെ കാര്യം അങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ സരുവിനെ കൊണ്ട് കിരണിനെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു കിരണിന്റെ അമ്മയുടെ പ്ലാൻ അല്ലേ? പക്ഷെ അന്ന് വേഷം മാറി നിൽപ്പുണ്ടായിരുന്നു ഈ നമ്മുടെ കിരണിന്റെ അച്ഛൻ ചന്ദ്രസേനൻ. അങ്ങനെയല്ലേ ഈ കല്യാണം മനോഹരമായിട്ട് നടന്നത്. അവരെയൊക്കെ കണ്ട് എനിക്ക് നന്ദി പറഞ്ഞോടി. കല്യാണം എന്ന് പറയുന്നത് ദൈവം നേരത്തെ തീരുമാനിക്കുന്നതാ പ്രകാശേട്ടാ. സമയമാകുമ്പോ ഒന്നിക്കേണ്ടവരൊന്നിക്കും പ്രകാശേട്ടാ. ഒരിക്കലും ഒന്നിക്കുന്നവര് ഒരിക്കലും വേർപെട്ട് പോകരുത് ദീപേ. എന്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കരുത്. മക്കൾക്കും നിനക്കും നമ്മുടെ കുടുംബത്തിനും ആർക്കൊന്നും സംഭവിക്കാൻ പാടില്ല.